അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വെങ്കി, റോഷിനി. നമ്മൾ ഇന്നിപ്പോ വടക്ക് സാധാരണ വടക്കുന്നാണല്ലോ തുടങ്ങേണ്ടതല്ലേ? അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം, ഒരു വടക്ക് വാർത്തയിൽ തന്നെ തുടങ്ങാമെന്ന് വെക്കാമല്ലേ ഈ ചോദ്യപേപ്പർ ചോർച്ച. അപ്പോൾ അതിൽ ഇന്ന് നിർണായക ദിവസമാണല്ലേ അഭിലാഷ്. ഈ മുഹമ്മദ് ഷുഹൈബിന്റെ ഒരു ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും എല്ലാം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ഷുഹൈബിനെയും അബ്ദുൾ നാസറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാകും ഇനി ക്രൈംബ്രാഞ്ചിന്റെ നീക്കവും, അല്ലെ? അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി വ്യക്തത കാര്യങ്ങൾക്ക് വരും, അല്ലെ അഭിലാഷ്? തീർച്ചയായിട്ടും ഇപ്പോൾ 3 കാര്യങ്ങളാണ്. അതായത് നാസറിൻ്റെയും അതോടൊപ്പം തന്നെ ഷുഹൈബിൻ്റെയും ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ കസ്റ്റഡി അപേക്ഷ കൂടി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഷുഹൈബിൻ്റെയും നാസറിൻ്റെയും ഒക്കെ കസ്റ്റഡി അപേക്ഷ ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ വരുന്ന സമയത്ത് ഇന്ന് 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. കാരണം കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്, അതോടൊപ്പം തന്നെ തെളിവെടുപ്പടക്കം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിടികൂടപ്പെട്ട ആളുകൾ ഇപ്പോഴും അന്വേഷണ സംഘവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ അവർ പറഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കം നേരത്തെ നടത്തുകയും ചെയ്തത്. ഏതായാലും നാസറിൻ്റെ കസ്റ്റഡി അപേക്ഷ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. ഷുഹൈബിൻ്റെ കസ്റ്റഡി അപേക്ഷ ഇന്നായിരിക്കും കൊടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ 2 കാര്യങ്ങളും ഇന്നിപ്പോൾ കോടതി പരിഗണിക്കും. സ്വാഭാവികമായും ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും കസ്റ്റഡി അപേക്ഷ വരുന്ന ഒരു ഘട്ടത്തിൽ കസ്റ്റഡി അപേക്ഷയായിരിക്കും കോടതി പരിഗണിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കേസ് വളരെ നിർണായകമൊരു കേസാണ്. കാരണം ഹൈക്കോടതി അടക്കം ഇടപെട്ടത് കൊണ്ട് തന്നെ ഇവരെ കസ്റ്റഡിയിൽ വിടാനൊരു സാധ്യത തന്നെയാണ് പ്രധാനമായി ഉള്ളത്. ഏതായാലും 2ാം പ്രതി ആയ ഫഹദിന് ചോദ്യപേപ്പർ കൈമാറി എന്നാണ് നാസർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഫഹദിനെ ഇന്നലെ ക്രൈംബ്രാഞ്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ ഇവരെ മൂവരെയും ഒരുമിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക ഇടപാടുകളുണ്ട്, അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യപേപ്പറുകൾ ചോർന്നു എന്നുള്ളൊരു സംശയം ഉണ്ട്. ഏതായാലും ഇപ്പോൾ ഈ +1 ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മുൻഗണന കൊടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മുൻവർഷങ്ങളിലെ ചോദ്യപേപ്പർ ചോർച്ചയും അതോടൊപ്പം തന്നെ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയിലൊക്കെ ചോർച്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്നുള്ള ആവശ്യവും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രഥമ പരിഗണനയിലുള്ള ഈ കാര്യം തന്നെയാണ്. ഏതായാലും ആ നിലയ്ക്കുള്ള അന്വേഷണമായിരിക്കും മുന്നോട്ട് പോകുക. ഏതായാലും കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നതോടുകൂടി തന്നെ ഇവരെ ഇന്ന് കസ്റ്റഡി വിടാനുള്ള സാധ്യതയാണ്. ആവശ്യപ്പെട്ടതുപോലെ 5 ദിവസങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിൽ 2-3 ദിവസം കസ്റ്റഡി ലഭിക്കുമെന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘവും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, മറ്റൊന്ന്, എരമംഗലം JNP ക്വാറിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ക്വാറി ഉൽപ്പന്നങ്ങൾ നീക്കാൻ പോലീസ് സംരക്ഷണം നൽകിയാൽ തടയുമെന്നാണ് സമരസമിതിയുടെ നിലപാട്. അപ്പോൾ കാര്യങ്ങൾ വഷളാവുമോ? തീർച്ചയായിട്ടും ഇന്നലെ നമ്മൾ അവിടെ പോയിരുന്നു. ആ പോയ സമയത്ത് അവിടെ സ്ത്രീകളടക്കമുള്ള നിരവധി ആളുകളാണ് അവിടെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. കാരണം ഇന്നലെ ഈ കോറി ഉൽപ്പന്നങ്ങളൊക്കെ നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ 1-2 മാസമായി ആ കോറി അടച്ചിട്ട നിലയിലായിരുന്നു. ഏതായാലും ഈ ലോറി വരുന്ന ഘട്ടത്തിൽ അതിനെ തടയുമെന്ന് തന്നെയാണ് ഇവർ പറയുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെ ജില്ലാ കളക്ടർ ഇവരുടെ ഒരു ജനകീയ സമിതിയെ വിളിച്ച് യോഗം ചേരുകയും കാരണം ഇപ്പോൾ അവിടെയുള്ള കോറി ഉൽപ്പന്നങ്ങൾ നീക്കാൻ അനുവദിക്കണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഈ ജനകീയ സമിതി പറയുന്നത് ഞങ്ങൾക്കൊരു ഉറപ്പ് തരണം. കാരണം അവിടെ വലിയ തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞിരുന്ന ഇതുപോലെയല്ല, അശാസ്ത്രീയമായിട്ടാണ് അവിടെ ഇപ്പോൾ പാറ പൊട്ടിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ അത് നിർത്തുമെന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴവിടെയുള്ള സ്റ്റോക്കുള്ള ഏതായാലും 4800 മെട്രിക് മെറ്റലുകളുണ്ട് അത് നീക്കാൻ അനുവദിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഇന്നലത്തെ ചർച്ച വഴിമുട്ടിയോടുകൂടിയാണ് ഇപ്പോൾ ഈ പോലീസിൻ്റെ സഹായത്തോടു കൂടി ഈ ഉൽപ്പന്നങ്ങൾ മാറ്റാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ പ്രധാനമായും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആവശ്യത്തിലേക്കാണ് ഈ മെറ്റലുകളൊക്കെ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ മെറ്റലുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ ദേശീയപാത വികസനം ചില സ്ഥലങ്ങളിലൊക്കെ തടസ്സം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികൃത ഭാഗത്തു നിന്നും ഈ മെറ്റലൊക്കെ നീക്കം ചെയ്യാനുള്ള നടപടി ഉണ്ടാവും. ഇന്നേതായാലും വലിയ പോലീസ് സന്നാഹത്തോടു കൂടി ഈ മെറ്റൽ നീക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും അത്തരത്തിലുള്ള നീക്കം നടന്നാൽ അതിനെ ചെറുക്കുമെന്ന് തന്നെയാണ് അവിടെ ജനകീയ സമിതി പറയുകയും ചെയ്തത്. ഏതാണ്ട് 310 മെട്രിക് ലോഡാണ് ഓരോ ദിവസം കൊണ്ടുപോകാൻ കഴിയുക എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അത് ഈ ജനകീയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു പരിഹാരം വേണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ജനകീയ സമിതിയുടെ ഭാഗത്ത് വരുന്നത്. ഏതായാലും ഈ മെറ്റൽ കൊണ്ടുപോയതിന് ശേഷം ADMന്റെ നേതൃത്വത്തിലൊരു അന്വേഷണം നടത്താമെന്നും പരിശോധന നടത്താമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ജനകീയ സമിതി ഇക്കാര്യത്തോട് അംഗീകരിക്കുന്നില്ല. ഇന്ന് അവർ തടയുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.